ഹായ് ഹലോ എല്ലാവർക്കും ഡീപ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ടിനായി ഞാൻ ഇതുപോലെ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഫുൾ സ്ട്രാൻഡ്സ്, അതിൻ്റെ ഒറ്റ സ്ട്രാൻഡ്സ് ഫുള്ളോടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അറ്റത്ത് കെട്ടും കൊടുത്തിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. അതിനുശേഷം നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ഇതേപോലെ നീഡിൽ മുകളിലേക്ക് എടുത്ത ശേഷം ഈ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആവശ്യം, അതിൻ്റെ വലിപ്പം എത്രയാണോ അതനുസരിച്ച് നമുക്ക് ചുറ്റിട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ ഇപ്പോൾ ഇവിടെ 2 ചുറ്റാണ് ഇട്ട് കൊടുത്തത്. കണ്ടോ, 1 2 ഇങ്ങനെ 2 ചുറ്റിട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നതിൻ്റെ തൊട്ടടുത്തുന്നതിനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്നു. കണ്ടോ, അപ്പോൾ അവിടെ ഒരു നോട്ടായില്ലേ. ഇതാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ ഇതിന് ചുറ്റിന് ഞാൻ ഇവിടെ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, 2 നമുക്കിപ്പോൾ ഇതിനേക്കാളും വലിപ്പം വേണമെങ്കിൽ 3 4 ചുറ്റ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് 2 എടുക്കുന്നുള്ളൂ. കണ്ടോ, ഇതുപോലെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണിത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നു. ജസ്റ്റ് ഒന്ന് താഴേക്ക് നൂല്, അതായത് നീഡിൽ ഇറങ്ങുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് നന്നായിട്ട് ഇറങ്ങിക്കോളും. അല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലോത്തും കൂടെ ഇല്ലാതായി പോകും. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് താഴേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് നോട്ട്. കണ്ടോ, നമ്മുടെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവർ റെഡിയായി. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ പല കളർ, സെൻറ്ററിൽ യെല്ലോയും അങ്ങനെയൊക്കെ കൊടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത് നമ്മൾ റിംഗ് നോട്ടാണ് നോക്കാൻ പോകുന്നത്. റിംഗ് നോട്ടിനായിട്ട് ഇതാ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ത്രെഡ് ഇതുപോലെ എടുത്ത, നേരത്തെ പോലെ തന്നെ എടുത്ത ശേഷം കണ്ടോ ഒരു ചുറ്റി ഇഷ്ടമുള്ള ചുറ്റതും ചുറ്റാം. എന്നിട്ട് ഇതാ കണ്ടോ, ഈ ത്രെഡിനെ നമ്മളിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് പിടിച്ചു വെക്കുക. അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക, എങ്കിൽ മാത്രമേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൗണ്ട് കിട്ടുള്ളൂ. കണ്ടോ, റിങ് പോലെ വന്നതുകൊണ്ടോ, ഇതിനെയാണ് റിംഗ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ചുറ്റി, ത്രെഡ് ഭയങ്കര ഇതായിട്ട് വലിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പിടിച്ച ശേഷം ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക, താഴേക്ക് വലിക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. റിംഗ് നോട്ട് നമ്മൾ ഒരു ഫ്ലവറായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട്. കണ്ടോ, ഇതുപോലെ കാരണം ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് അപ്പോൾ അടുത്തിനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. ലോങ് ഫ്രഞ്ച് നോട്ടിന് നമ്മൾ ഈ കാണുന്നത് പോലെ ആദ്യം ത്രെഡ് വെള്ളെടുത്ത് നമുക്ക് എത്ര നീളമാണോ വേണ്ടത്, എത്ര വലിപ്പമാണോ വേണ്ടത് അതനുസരിച്ച് ചുറ്റു കൊടുക്കുകയും നീളത്തിന് ഇങ്ങനെ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ തൈ കാണുന്നത് പോലെ, എനിക്കിപ്പോൾ ഇത്രയും നീളം മതിയായത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാണ് ലോങ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ അതുപോലെ ഞാൻ അടുത്തുനിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എടുത്ത ശേഷം വീണ്ടും നമ്മുടെ എത്ര ചുറ്റാണോ ചുറ്റേണ്ടത് എന്നിട്ട് എവിടെ വെച്ചാണ് നമുക്ക് വേണമെങ്കിൽ ഒരു സീക്വൻസും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്ത് ഈ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. എങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ലീഫൊക്കെ നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫ്രഞ്ച് നോട്ടും ലോങ് ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ റിംഗ് നോട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.